നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 അടുത്ത പ്രൊമോ വന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസ് മേറ്റ്സിൻ്റെയും അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെയും ഒരു ഗെയിമിനെ വിലയിരുത്തുന്നതാണ്. നമ്മുടെ ഒരു കാലാവസ്ഥ പ്രവചനം പോലെ ഗെയിമിനെ വിലയിരുത്തുന്നതാണ് നമ്മുടെ അടുത്ത പ്രൊമോയിൽ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ലാലേട്ടൻ കാണിക്കുന്ന ഈ ആക്ട് അല്ലെങ്കിൽ ബിഗ് ബോസിലെ അവർ ക്രൂ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി നമ്മുടെ ഹൗസ് മേറ്റ്സിനെക്കാട്ടിൽ എന്തോരം ബെറ്ററാണ്. അവരുടെ ഗെയിംസിനെ വിലയിരുത്തുന്നതായിക്കോട്ടെ, അവരുടെ കാര്യങ്ങൾ പറയുന്നതായിക്കോട്ടെ, ഹൗസിൽ ഒരൊറ്റ ഒരെണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഗെയിം മനസ്സിലാക്കാനും ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയോ വിവരമോ ഒരാൾക്ക് പോലും അവിടെ ഇല്ല. ഏറ്റവും പൊട്ടയായിട്ടുള്ളൊരു ബിഗ് ബോസ് സീസണാണ് നമുക്ക് ഈ വട്ടം കിട്ടിയിരിക്കുന്നത്. ആ ഒരു ഹൗസ് മേറ്റ്സും അത്രയും ബോറിംഗ് ആയിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ട് ഓരോ വട്ടവും കൊടുക്കുന്ന ടാസ്കും ഇവർ കുളമാക്കുന്നതിനെക്കുറിച്ച്. ഡാൻസ് മാരത്തോൺ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നെങ്കിൽ അടുക്കളയിലെ കയ്യേറ്റവും പോരാട്ടവും ആ ഒരു നിമിഷം അതങ്ങ് തൊലച്ചു. അതേപോലെ തന്നെ സീക്രട്ട് ടാസ്ക് ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ഒരാൾ നൈസായിട്ട് വന്ന്, നമ്മുടെ ഷാനവാസിനാണ് കേട്ടോ, നൈസായിട്ട് വന്ന് അത് കുളമാക്കി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അടുക്കളയിൽ നല്ലൊരു അടിയും നടന്നു. ഓരോ കാര്യങ്ങളും ലാലേട്ടൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പി ആറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പി ആറിന് വേണ്ടി വാദം ഉന്നയിച്ചത് അനീഷാണ്. എന്തായാലും ഭാഗ്യത്തിന് അനുവിന് പി ആർ ഇല്ല എന്നൊന്നും അനു പറഞ്ഞിട്ടില്ല, നൈസായിട്ട് ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒട്ടുമേ ഇല്ല, എനിക്ക് തീരെയും അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ അനീഷാണ്. അപ്പോൾ അനീഷിന് നൈസായിട്ട് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി അടുത്ത പ്രമോയിൽ അത് കിട്ടിക്കഴിഞ്ഞു. പി ആർ ഇല്ല എന്നും പറഞ്ഞുള്ള വാദങ്ങൾ കംപ്ലീറ്റ് പൊളിച്ചടക്കി. ഇതുപോലെ അനീഷിന് മാത്രമല്ല പലരുടെയും കാര്യത്തിൽ പറയാനുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് എപ്പിസോഡ്സിൽ വരുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഭയങ്കര വെയിറ്റിംഗ് ആണ് ശനി ഞായറിന് വേണ്ടി.